السلام عليكم ورحمة الله أيها الطلاب الأحباء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ 10ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരെക്കുറിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇന്ത്യൻ ബഹിരാകാശ യാത്രികയായിട്ടുള്ള കൽപ്പന ചൗളയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പാഠഭാഗത്തിന് ശേഷം വന്ന 1-2 ആക്ടിവിറ്റീസുകൾ കൂടി കഴിഞ്ഞ ക്ലാസ് ടീച്ചർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് പുതിയൊരു പാഠഭാഗമാണ്. നോക്കൂ, അബ്ഖരിയാത്തു താരീഖ് എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ ടൈറ്റിൽ വന്നിട്ടുള്ളത്. അബ്ഖരിയാത്തു താരീഖ്, അതായത് ചരിത്രത്തിലെ പ്രഗത്ഭരായിട്ടുള്ള സ്ത്രീകളാണ് കേട്ടോ. അതാണ് അബ്ഖരിയാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ചരിത്രത്തിൽ അറിയപ്പെട്ട സ്ത്രീകൾ, പ്രഗത്ഭരായ സ്ത്രീകൾ എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് സുൽത്താന റളിയ, അതായത് റസിയ സുൽത്താന അല്ലെ, അവരെ കുറിച്ചാണ് നമുക്കവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കത് വായിച്ചു നോക്കാം. അതായത് 1205 അവർ ജനിക്കുന്നത്, 1240 അവർ മരണപ്പെടുന്നത് കേട്ടോ. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അൽഫുവ 205 മീലാദിയ ഇല 1240 മീലാദിയ, അതായത് 1205 ജനിച്ചു, 1240 അവർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആരാണ് സുൽത്താൻ റസിയ? നിങ്ങൾക്ക് അവരെക്കുറിച്ച് വല്ലതും അറിയാമോ? നമുക്ക് വായിച്ചു നോക്കാം. ഖബ്ല ഇന്ദിരാഗാന്ധി ബി അക്സറ മിൻ 7 ഖുറൂനിൻ ഹക്കമത്തിൽ ഹിന്ദ ഇംറഅത്തുൻ ഖവിയ്യത്തുൻ സുജ്ജില ഇസ്മുഹാ ഫി കുതുബി താരീഖി كأول امرأة حكمت الهند وهي السلطانة راليا ابنة شمس الدين التمش. كانت ملكة حازمة وذكية اتصفت بكل صفات الحكام. اهتمت بالتعلم وحكمت بالعدالة وأحبت رعيتها وتدربت الفروسية وتعلمت المهارات العسكرية. എന്താണ് പറയുന്നത്? ഖബില ഇന്ദിരാഗാന്ധി, ഇന്ദിരാഗാന്ധിക്ക് മുമ്പായിട്ട് ബി അക്സർ മിൻ 7 ഖുറൂനിൻ, അതായത് 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കുന്നതിൻ്റെ ഒരു 7 നൂറ്റാണ്ടുകൾക്കൊക്കെ മുമ്പായിക്കൊണ്ട് ഹക്കമത്തിൽ ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്നത് ഇമ്രഅത്തൻ ഖവിയ്യത്തൻ, ഒരു ശക്തിയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു എന്നാണ്. സുജ്ജില ഇസ്മുഹ, അവളുടെ പേര് രേഖപ്പെടുത്തപ്പെട്ടു. സുജ്ജില എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തപ്പെട്ടു എന്നാണ്. ഫി കുതുബി താരീഖി, ചരിത്ര ഗ്രന്ഥങ്ങളിൽ. കുത്തുബ് എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ കേട്ടോ. കിതാബൻ ജം ആണ് കുത്തുബ്. താരീഖ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള, ചരിത്രപരമായിട്ടുള്ള പുസ്തകങ്ങളിലേക്ക് അവളുടെ പേര് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അവ്വൽ ഇമ്രഅത്തിൻ, ആദ്യത്തെ സ്ത്രീ ആയിക്കൊണ്ടാകുന്നു. ഹക്കമത്തിൽ ഹിന്ദ, ഇന്ത്യ ഭരിച്ചിട്ടുള്ള ആദ്യത്തെ സ്ത്രീ എന്നുള്ള പേരിലാണ് ചരിത്രത്തിലേക്ക് അവർ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അവരാരാണ്? വഹിയ സുൽത്താന റളിയ ഇബ്നത്തു ഷംസുദ്ദീൻ ഇൽതുമിഷ്, ഷംസുദ്ദീൻ ഇൽതുമിഷിൻ്റെ മകളായിട്ടുള്ള ആരായിരുന്നു? റസിയ സുൽത്താന അല്ലെ, അവരാണ് ആ ഒരു സ്ത്രീ എന്നാണ് കേട്ടോ. കാനത്ത്, അവൾ ആയിരുന്നു, മലിക്കത്തൻ, ആരായിരുന്നു? ഒരു രാജ്ഞിയായിരുന്നു. ഹാസിമത്തൻ, ഒരു ധീരയായിട്ടുള്ള ഒരു രാജ്ഞിയായിരുന്നു. വദക്കിയത്തൻ, അതോടൊപ്പം തന്നെ നല്ല ബുദ്ധിമതിയായിട്ടുള്ള ഒരു രാജ്ഞിയും കൂടിയായിരുന്നു എന്നാണ്. ഇത്തസഫത്ത്, അവളെ വിശേഷിപ്പിക്കപ്പെട്ടു. ബികുല്ലി സിഫാത്തിൻ, എല്ലാ വിശേഷണങ്ങൾ കൊണ്ടും. അൽ ഹുക്കാമി, ഭരണാധികാരികളുടെ, ഒരു ഭരണാധികാരിക്ക് ഉണ്ടാവേണ്ട എന്തെല്ലാം വിശേഷണങ്ങളുണ്ടോ അതെല്ലാം വിശേഷണങ്ങൾ കൊണ്ട് അവളെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇഹ്തമ്മത്ത്, അവൾ പ്രാധാന്യം കൊടുത്തു. ഇഹ്തമ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, പ്രാധാന്യം കൊടുക്കുക എന്നാണ്. ബിത്തഅല്ലും, എന്തിനു വേണ്ടിയിട്ടാണ് പ്രാധാന്യം കൊടുത്തത്? വിദ്യാഭ്യാസം നൽകുന്നതിനാണ്. ഒരു വിദ്യാഭ്യാസം നൽകുവാൻ, പഠിപ്പിക്കുവാൻ അല്ലെ, വിദ്യാഭ്യാസം നൽകുവാനാണ് അവൾ പ്രാധാന്യം കൊടുത്തത് എന്നാണ്. അതോടൊപ്പം തന്നെ വഹക്കമത്ത് ബിൽ അദാല, വഹക്കമത്ത്, അവളെ ഇന്ത്യ ഭരിക്കുകയും ചെയ്തു. ബിൽ അദാലത്തി, നീതിയോട് കൂടിയിട്ട് എന്നാണ്. അദാലത്ത് എന്ന് പറഞ്ഞാൽ നീതി. അഹബത്ത്, അവൾ ഇഷ്ടപ്പെട്ടു. റഇയ്യതഹ, അവളുടെ പ്രജകളായിട്ടുള്ള ആളുകളെയെല്ലാം അവൾ സ്നേഹിക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ്. തദറബത്തിൽ ഫുറൂസിയ,
വതദറബത്ത് അവൾ പരിശീലിച്ചു, അൽ ഫുറൂസിയ കുതിര സവാരി അവൾ പരിശീലിച്ചു എന്നാണ്. വതഅല്ലമത്ത് അവൾ പഠിക്കുകയും ചെയ്തു, അൽ മഹാറാത്തിൽ അസ്കരിയ സൈനികപരമായിട്ടുള്ള കഴിവുകൾ. ഒരു സൈനികപരമായിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവൾ പഠിക്കുകയും ചെയ്തു എന്നാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രഗത്ഭയായിട്ടുള്ള പ്രസിദ്ധയായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ആരെന്ന് പറയുന്നത്, റസിയ സുൽത്താന എന്ന് പറയുന്നത് അല്ലേ. ഇനി രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളത് റാണി ലക്ഷ്മിബായി ആണ്. ആരാണ് റാണി ലക്ഷ്മിബായി എന്ന് നോക്കൂ. കാനത്ത് റാണി ലക്ഷ്മിബായ് മലിക്കത്തു ജാൻസി വുലിദത്ത് ഫി വാരാണസി സന 1827 മീലാദിയ. فقدت والدتها في الرابعة من العمر. تدربت الفروسية والرماية وفنون الدماغ عن النفس في حداثة سنها. അതായത് കാനത്ത് റാണി ലക്ഷ്മിബായ്. റാണി ലക്ഷ്മിബായ് എന്ന് പറയുന്നത് ആരായിരുന്നു? മലിക്കത്തു ജാൻസി. അവരാണ് ജാൻസി റാണി എന്നറിയപ്പെടുന്നത് കേട്ടോ. വലിദത്ത് അവൾ ജനിച്ചത് ഫി വാരാണസി. എവിടെയാണ് ജനിച്ചത്? വാരാണസിയിലാണ് അവർ ജനിച്ചത്. സന 1827 മീലാദിയ. ക്രിസ്താബ്ദം 1827 വാരാണസിയിലാണ് അവർ ജനിച്ചത് എന്നാണ്. ഫുഖിദത്ത് വാലിദത്തുഹ അവളുടെ ഉമ്മയെ അവൾക്ക് നഷ്ടപ്പെട്ടു. ഫിറാബിഅത്തി മിനൽ ഉംറി അവളുടെ 4ാമത്തെ വയസ്സിൽ. ഫുഖിദ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു. വാലിദത്താരാണ്? ഉമ്മ അല്ലെ, മാതാവാണ് അവരുടെ ഉമ്മയെ നഷ്ടപ്പെട്ടത്. ഫിറാബിഅത്തി മിനൽ ഉംറി അവരുടെ 4ാമത്തെ വയസ്സിലാണ് എന്നാണ്. അങ്ങനെ തദറബത്തിൽ ഫുറൂസിയ, തദറബ എന്ന് പറഞ്ഞാൽ പരിശീലിക്കുക, അവൾ പരിശീലിച്ചു. അൽ ഫുറൂസിയ കുതിര സവാരി അവൾ പരിശീലിച്ചു എന്നാണ്. റിമായ, റിമായ എന്ന് പറഞ്ഞാൽ അമ്പെയ്ത്താണ് കേട്ടോ. അമ്പെയ്ത്തും അവൾ പരിശീലിച്ചു. വഫുനൂന് അതുപോലെ തന്നെ വഫുനൂന ദിഫാ ആയോധന കലകൾ, അതാണ് ഫുനൂന് ദിഫാ എന്ന് പറയുന്നത്. അനിന്നഫ്സി അതായത് നമ്മളെ സ്വയം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ളതായ ഓരോരോ കലകളൊക്കെ ഇല്ലേ, അതൊക്കെ അവൾ പരിശീലിച്ചു എന്നാണ്. ഫി ഹദാസത്തി സിന്നിഹ അവളുടെ ചെറുപ്പകാലത്ത് തന്നെ എന്നാണ് കേട്ടോ. ഈ കളരിപ്പയറ്റ് പോലെ അതുപോലെയുള്ള ഓരോരോ സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതാണ് അവിടെ ഫുനൂന് ദിഫാ എന്നുള്ളതിൽ ഉൾക്കൊള്ളുന്നത്. ലമ്മ ഹാസറുൽ ജയ്ഷുൽ ബരീത്തോനി ഖസുറുൽ മലിക്കത്ത വ അഹ്റഖഹു റബത്തത്ത് ഇബ്നഹ അലാ ലൊഹിരി വ റകിബത്ത് അലാ ഫറസിഹ വനജത്ത് മിൻ ഖബലതിഹിം വലം തക്തഫി ബിദാലിക ബൽ ഖാതലത്തുഹും മഅ അശ്ശുജാഅത്തി നാദിറ ഹാമിലത്ത് സൈഫൈനി ഫി കിൽതൈ യദൈഹാ. توفيت الملكة في 30 من عمرها. ضحت بحياتها من أجل حرية الهند وأصبحت أيقونة للنضال ضد احتلال البريطانيين. എന്താണ് പറയുന്നത്? ലമ്മ ഹാസറുൽ ജയ്ഷു. ഹാസറ എന്ന് പറഞ്ഞാൽ ഉപരോധിക്കുക എന്നാണ്. ലമ്മ ഹാസറുൽ ജയ്ഷുൽ ബരീത്തോനി ബ്രിട്ടീഷ് സൈന്യം അവരെന്ത് ചെയ്തു? ഉപരോധിച്ചപ്പോൾ. ഖസുറുൽ മലിക്കത്തി ആ ഒരു രാജാവിൻ്റെ, ആ ഒരു രാജ്ഞിയുടെ കൊട്ടാരം ഉപരോധിച്ചപ്പോൾ. വ അഹ്റഖഹു അത് കത്തിച്ച് കളയുകയും ചെയ്തപ്പോൾ. ആ ഒരു കൊട്ടാരം ഉപരോധിക്കുകയും അത് കത്തിച്ച് കളയുകയും ചെയ്തപ്പോൾ. റബത്തത്ത് ഇബ്നഹ അവൾ അവളുടെ കുഞ്ഞിനെ, അവളുടെ കുട്ടിയെ എന്ത് ചെയ്തു? റബത്ത എന്ന് പറഞ്ഞാൽ കെട്ടി അല്ലെങ്കിൽ ബന്ധിച്ചു എന്നാണ്. അലല്ലോഹിരി അവളുടെ പുറത്ത്, അവളുടെ പുറംഭാഗത്തായിട്ട് കുട്ടിയെ എന്ത് ചെയ്തു? കെട്ടിവെച്ചു. അങ്ങനെ വറക്കിബത്ത് അലാ ഫറസിഹ അവൾ അവളുടെ കുതിരപ്പുറത്ത് കയറി എന്നാണ് കേട്ടോ. വറക്കിബത്ത് അവൾ കയറുകയും ചെയ്തു. അലാ ഫറസിഹ അവളുടെ കുതിരപ്പുറത്ത്. വനജത്ത് അങ്ങനെ അവൾ രക്ഷപ്പെട്ടു. മിൻ ഖബലത്തിഹിം അവരുടെ ആ ഒരു ഖബലത്ത് എന്ന് പറഞ്ഞാൽ പിടുത്തം, അവരുടെ ആ ഒരു പിടുത്തത്തിൽ നിന്ന്, അവർ സൈന്യത്തിൻ്റെ പിടുത്തത്തിൽ നിന്ന് അവൾ അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ്. വലം തക്തഫി ബിദാലിക അതുകൊണ്ട് എന്ത് ചെയ്തില്ല? അവൾ മതിയാക്കിയില്ല എന്നാണ് കേട്ടോ. വലം തക്തഫി അവൾ മതിയാക്കിയില്ല. ബിദാലിക അതുകൊണ്ട് മാത്രം. ബൽ പക്ഷേ ഖാതലത്തുഹും അവരുമായിട്ട് യുദ്ധം ചെയ്തു, അവരുമായിട്ട് ഏറ്റുമുട്ടി എന്നാണ്. മഅശുജാഅത്തി ധീരതയോട് കൂടിയിട്ടും. അന്നാദിറത്തി നാദിറത്ത് എന്ന് പറഞ്ഞാൽ റയറായിട്ടുള്ള, അപൂർവമായിട്ടുള്ള എന്നാണ്. മറ്റുള്ള സ്ത്രീകൾക്കൊന്നും ഇല്ലാത്ത ഒരു ധീരത, അതാണ് ഷുജാഅത്തിൻ നാദിറ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അപൂർവമായിട്ടുള്ളൊരു ധീരതയോട് കൂടിയിട്ട് ശത്രുക്കളുമായിട്ട് അവൾ യുദ്ധം ചെയ്തു എന്നാണ്. എങ്ങനെയായിരുന്നു യുദ്ധം ചെയ്തത്? ഹാമിലത്ത് സൈഫേനി 2 വാളുകൾ എടുത്തുകൊണ്ട്. ഹാമിലത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും വഹിക്കുക, ചുമക്കുക എന്നൊക്കെയാണ് അർത്ഥം. സൈഫ് എന്ന് പറഞ്ഞാൽ വാള്, സൈഫേനി എന്ന് പറയുമ്പോൾ 2 വാള് കേട്ടോ. 2 വാളെടുത്തുകൊണ്ട് ഫിക്കിൽ തേയ് യദീഹ അവളുടെ 2 കൈകളിൽ 2 വാളുകൾ ഏന്തിക്കൊണ്ടാണ് ശത്രുക്കളായിട്ടുള്ള ബ്രിട്ടീഷുകാരോട് അവൾ യുദ്ധം ചെയ്തത്.
തൂഫിയത്തിൽ മലിക്കത്തു, ഈ ഒരു രാജ്ഞി മരണപ്പെട്ടു. ഫിസ്സലാസീന മിൻ ഉംരിഹ, അവളുടെ 30-ാമത്തെ വയസ്സിലാണ് അവർ മരണപ്പെടുന്നത്. ലൊഹത്ത് ബിഹയാത്തിഹ, ലൊഹ എന്ന് പറഞ്ഞാൽ അർപ്പിച്ചു എന്നാണ് കേട്ടോ. നമ്മളിപ്പം ബലി അർപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് ലൊഹ എന്ന് പറഞ്ഞാൽ. ബിഹയാത്തിഹ, അവളുടെ ജീവിതത്തെ അവൾ അർപ്പിച്ചിട്ടുണ്ടായിരുന്നത് മിൻ അജിലി ഹുരിയത്തിൽ ഹിന്ദ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അവൾ അവളുടെ ജീവിതത്തെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ്. അങ്ങനെ അസ്ബഹത്ത്, അവൾ ആയിത്തീരുകയും ചെയ്തു. അയക്കൂനത്തിൽ ലിന്നിലോലി, അയക്കൂനത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഐക്കൺ എന്നാണ്. ലിന്നിലോലി, പോരാട്ടത്തിൻ്റെ ഒരു ഐക്കൺ ആയിക്കൊണ്ട്, ഒരു അടയാളമായിക്കൊണ്ട് അവൾ ആയിത്തീരുകയും ചെയ്തു എന്നാണ്. ലിദ്ദ ഇഹ്തിലാലിൽ ബരീത്തോനിയീൻ, ബ്രിട്ടീഷുകാരുടെ ആ ഒരു അധിനിവേശത്തിന് എതിരായിക്കൊണ്ട്. ലിദ്ദ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിക്കൊണ്ട്, ഇഹ്തിലാൽ എന്ന് പറഞ്ഞാൽ അധിനിവേശം, ബരീത്തോനി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ആ ഒരു അധിനിവേശത്തിനെതിരായിക്കൊണ്ട് ഒരു പോരാട്ടത്തിൻ്റെ ഒരു അടയാളമായിക്കൊണ്ട് ആര് മാറി എന്നാണ്? റാണി ലക്ഷ്മിബായി എന്ന ഝാൻസി റാണി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 വ്യക്തിത്വങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. അതായത് റസിയ സുൽത്താന, അതുപോലെ തന്നെ റാണി ലക്ഷ്മിബായി, ഈ 2 പ്രഗത്ഭരായിട്ടുള്ള സ്ത്രീകളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമുക്കതിൻ്റെ അൻഷിത നോക്കാം. നഖറഉ വ നുനാഖിഷു, നമുക്ക് വായിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നാണ്. സുജില ഇസ്മുഹ ഫി കുതുബി താരീഖി, സുജില ഇസ്മുഹ, അവളുടെ പേര് രേഖപ്പെടുത്തപ്പെട്ടു. ഫി കുതുബി താരീഖി, ചരിത്ര ഗ്രന്ഥങ്ങളിൽ എന്നാണ്. അവിടെ കുത്തുബ്, താരീഖ് എന്നുള്ള ആ ഒരു വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ടീച്ചർ അതെന്താണെന്ന് പറഞ്ഞുതരാം. ഇക്കിത്തമലത്ത് ബിക്കുല്ലി സിഫാത്തിൽ ഹുക്കാമി, ഇക്കിത്തമലത്ത്, അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? പൂർത്തിയാക്കിയിട്ടുണ്ട്. ബിക്കുല്ലി സിഫാത്തിൻ, എല്ലാ വിശേഷണങ്ങളെയും. അൽ ഹുക്കാമി, ഹുക്കാം എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളുടെ, ഒരു ഭരണാധികാരിക്കുണ്ടാവേണ്ട എല്ലാ വിശേഷണങ്ങളും അവൾക്കുണ്ടായിരുന്നു എന്നാണ്. നാവലത്ത് മിൻ അജിലി ഹുരിയത്തിൽ ഹിന്ദ്, ഇന്ത്യയുടെ സ്വതന്ത്രത്തിന് വേണ്ടിയിട്ടാണ് അവൾ പോരാടിയത്. ഹാദ ഖസുറുൽ മലിക്ക, ഇത് രാജ്ഞിയുടെ കൊട്ടാരമാണ്. അപ്പോൾ ഇതിൽ ചില പദങ്ങൾ നീല നിറത്തിൽ അല്ല ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്, ചില പദങ്ങൾ റെഡ് കളറിലും കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ നോക്കൂ, അൽ മുലാഫു വൽ മുലാഫിൻ ഇലേഹി എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് മുലാഫ്, അതുപോലെ തന്നെ എന്താണ് മുലാഫിൻ ഇലേഹി എന്ന് ടീച്ചർ വിശദമായിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു പദത്തെ മറ്റൊരു പദത്തിലേക്ക് നമ്മൾ ചേർത്തി പറയാം, അതിനാണ് മുലാഫ്, മുലാഫിൻ ഇലേഹി എന്ന് പറയുന്നത്. ഒരു പദത്തെ മറ്റൊരു പദത്തിലേക്ക് ചേർത്തി പറയാം. ടീച്ചർ ഉദാഹരണം പറഞ്ഞുതരാം. മുഹമ്മദിൻ്റെ പുസ്തകം, അതുപോലെ തന്നെ എൻ്റെ വസ്ത്രം അല്ലെങ്കിൽ എൻ്റെ പേന, അതുപോലെ തന്നെ ഫാത്തിമയുടെ ബാഗ് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് മുഹമ്മദിൻ്റെ പുസ്തകം എന്ന് പറയുന്ന സമയത്ത് ആ പുസ്തകം എന്നുള്ള വാക്കിനെ നമ്മൾ ആരിലേക്ക് ചേർത്തിയാണ് പറയുന്നത്? മുഹമ്മദിലേക്ക് ചേർത്തിയിട്ടാണ് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ഫാത്തിമയുടെ ബാഗ് എന്ന് പറയുമ്പം ബാഗ് എന്നുള്ള പദത്തെ നമ്മൾ ഫാത്തിമയിലേക്ക് ചേർത്തി പറയുന്നു. അപ്പം നമ്മൾ എങ്ങനെ പറയും അറബിയിൽ? ഹക്കീബത്തു ഫാത്തിമ എന്നാ പറയുക, ഹക്കീബത്തു ഫാത്തിമത്തി എന്നാണ് പറയുക. അതുപോലെ തന്നെ മുഹമ്മദിൻ്റെ പുസ്തകം കിതാബു മുഹമ്മദിൻ എന്നാണ് പറയുക. അപ്പം ഇങ്ങനെ ഒരു പദത്തെ മറ്റൊരു പദത്തിലേക്ക് ചേർത്തി പറയുന്നതിനാണ് മുലാഫ്, മുലാഫുൻ ഇലേഹി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും മുലാഫ് എന്ന് പറഞ്ഞാൽ? അതുപോലെ എന്തായിരിക്കും മുലാഫുൻ ഇലേഹി എന്ന് പറഞ്ഞാൽ എന്നൊരു സംശയം ഉണ്ടായിരിക്കും അല്ലേ. നോക്കൂ, മുലാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പദത്തെയാണോ ചേർത്തി പറയുന്നത് അതിനാണ് മുലാഫ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ടീച്ചർ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ കിതാബു മുഹമ്മദിൻ എന്ന് പറയുമ്പോൾ കിതാബിനെയാണല്ലോ നമ്മൾ മുഹമ്മദിലേക്ക് ചേർക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ കിതാബ് എന്നുള്ളതായിരിക്കും മുലാഫായിട്ട് വരുന്നത്. ആരിലേക്കാണ് നമ്മൾ ചേർത്ത് പറഞ്ഞത്? മുഹമ്മദിലേക്കാണ്. അപ്പോൾ അതാണ് മുലാഫുൻ ഇലേഹി എന്ന് പറയുന്നത്. മുലാഫ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ചേർക്കപ്പെടുന്നത് എന്നാണ്. മുലാഫുൻ ഇലേഹി എന്ന് പറഞ്ഞാൽ ഏതിലേക്കാണോ ചേർക്കപ്പെടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ വരുന്ന അഥവാ ഒരു പദത്തെ മറ്റൊരു പദത്തിലേക്ക് ചേർത്തി പറയുന്നതിനാണ് ഭാഷയിൽ അറബിയിൽ നമ്മൾ മുലാഫുൻ, മുലാഫുൻ ഇലേഹി എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഒരു സെൻറ്റൻസിൽ നിന്ന് മുലാഫും മുലാഫിനിലേഹിയും വേർതിരിക്കണമെങ്കിൽ ഒരു മാർഗം കൂടെയുണ്ട്. അതായത് മുലാഫിൻ ഇലേഹിയുടെ അവസാനത്തിൽ എപ്പോഴും കെസറായിരിക്കും വരുന്നത്, അഥവാ ജെറായിരിക്കും വരിക എന്നാണ് നിയമം. ജെർ എന്ന് പറഞ്ഞാൽ കെസർ, നിങ്ങൾക്കറിയാലോ കെസർ എന്താണ് എന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ കിതാബു മുഹമ്മദിൻ എന്നാണ് ടീച്ചർ പറഞ്ഞത്. അതുപോലെ തന്നെ ഹഖീബത്തു ഫാത്തിമത്തി എന്നാണ് പറയാം, ഹക്കീബത്തു ഫാത്തിമത്തി. അതുപോലെ ഇങ്ങനെ നമ്മൾ ചേർത്ത് പറയുന്ന പദത്തിൻ്റെ അവസാനത്തിൽ എപ്പോഴും എന്തായിരിക്കും വരുന്നത്, കെസറായിരിക്കും വരുന്നത് എന്നാണ്. അപ്പോൾ ടീച്ചർ ഇങ്ങനെ പറയാണ്, ഹാദാ കിതാബൻ, ഇത് പുസ്തകമാണ്. ഇത് പുസ്തകമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പുസ്തകം ഏതാണ് അല്ലെങ്കിൽ ആരുടേതാണ് എന്താണ് എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഹാദാ കിതാബ് മുഹമ്മദിൻ, ഇത് മുഹമ്മദിൻ്റെ കിതാബാകുന്നു, പുസ്തകമാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആ പുസ്തകം ആരുടേതാണ് അല്ലെങ്കിൽ അതെന്താണ് എന്നാണ് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ പറയുന്നതിനാണ് മുലാഫ് മുലാഫിൻ ഇലേഹി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ടീച്ചർ പറഞ്ഞു മുലാഫിൻ ഇലേഹി കണ്ടെത്തുവാനുള്ള എളുപ്പമാർഗം എന്താണ്, അതിൻ്റെ അവസാനത്തിൽ എപ്പോഴും കെസറായിരിക്കും. പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പിൽ വരുന്ന പദമായിരിക്കും എപ്പോഴും മുലാഫായിട്ടും വരുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. കെസറുള്ള പദം നോക്കിക്കഴിഞ്ഞാൽ അത് മുലാഫിൻ ഇലേഹി ആണെന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ അതിനോട് തൊട്ട് ചാരം നിൽക്കുന്നത് ആരായിരിക്കും, മുലാഫായിരിക്കും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ വരികയാണ് എങ്കിൽ അതിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ സെൻറ്റൻസുകളിലേക്ക് മടങ്ങാം. നോക്കൂ, സിജില ഇസ്മുഹ ഫി കുത്തുബി താരീഖി എന്ന് പറയുമ്പോൾ അതിലേതായിരിക്കും മുലാഫിൻ ഇലേഹി മുലാഫൊക്കെ ആയിട്ട് വരുന്നത്. നമുക്ക് കൊടുത്ത് നോക്കൂ, അൽ മുലാഫ് എന്നുള്ളതിന് താഴെ കുത്തുബ് എന്ന് കൊടുത്തിട്ടുണ്ട്, മുലാഫിൻ ഇലേഹി എന്നത് താരീഖി എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. പക്ഷെ നിങ്ങളവിടെ നോക്കുന്ന സമയത്ത് കുത്തുബി താരീഖി എന്നാണ് നമ്മുടെ ആ ഒരു സെൻറ്റൻസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ കുത്തിബി എന്ന് പറയാനുള്ള കാരണം അവിടെ ഫീ വന്നതുകൊണ്ടാണ് കേട്ടോ. ഫീ എന്ന് പറയുന്നത് ഹർഫ് ജെറാണ്, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അൻ, അല, മിൻ, ഇല, ഫി, ബി, ലി ഇത് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഇസ്മിന് ശേഷം വരുന്ന നൗണിന് കെസറായിരിക്കും വരുന്നത് അല്ലേ. അതുകൊണ്ടാണ് അവിടെ ഫീ കുത്തുബി എന്ന് പറയാനുള്ള കാരണം. അല്ലാതെ അത് മുലാഫിനിലേഹി ആകൂല. മുലാഫിനിലേഹി എപ്പോഴും എന്തായിരിക്കും, മജ്റൂറായിട്ടായിരിക്കും, കെസറായിട്ടായിരിക്കും വരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള പദമാണ് മുലാഫായിട്ടും വരുന്നത്. അപ്പോൾ ഇവിടെ മുലാഫ് ഏതാണ്, കുത്തുബ എന്നുള്ളത് മുലാഫും താരീഖി എന്നുള്ളതാണ് മുലാഫുൻ ഇലേഹി ആയിട്ട് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തിൽ സിഫാത്തിൽ ഹുക്കാമി എന്ന് പറയുമ്പോൾ സിഫാത്തിൽ ഹുക്കാമി കണ്ടില്ലേ, സിഫാത്ത് എന്നുള്ളത് മുലാഫാണ്, ഹുക്കാമി എന്നുള്ളതാണ് മുലാഫുൻ ഇലേഹി ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഹുരിയത്തിൽ ഹിന്ദി അല്ലേ. അതുപോലെ തന്നെ താരീഖുൽ ഉലൂമി നമുക്കവിടെ കൊടുത്തിട്ടില്ല അല്ലെ, താരീഖുൽ ഉലൂമി. അതുപോലെ തന്നെ റുവാദുൽ ഫലാഇ, താരീഖുൽ ഉലൂം എന്ന് പറഞ്ഞാൽ വൈജ്ഞാനിക സാഹിത്യത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ റുവാദുൽ ഫലാഇ എന്ന് പറഞ്ഞാൽ ബഹിരാകാശ യാത്രികർ എന്നാണ് അർത്ഥം കേട്ടോ. അതുപോലെ ഹാദാ ഖസ്റു മലിക്കത്തി എന്ന് കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ അതിൽ ഖസ്റുൽ മലിക്കത്തി, ആ ഒരു രാജ്ഞിയുടെ കൊട്ടാരം, കൊട്ടാരം എന്നുള്ള വാക്കിനെ ഏതിലേക്ക് ചേർത്തു, രാജ്ഞിയിലേക്ക് ചേർത്തു. അപ്പോൾ ഖസ്ർ എന്നുള്ളത് മുലാഫായിട്ട് വരും, അൽ മലിക്കത്തി എന്നുള്ളത് മുലാഫൻ ഇലേഹി ആയിട്ട് വരും. അപ്പോൾ ഈ രൂപത്തിൽ വരുന്ന ഉദാഹരണങ്ങളൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞ് പഠിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ മുലാഫും മുലാഫും ഇലേഹിയും മനസ്സിലാക്കാൻ പറ്റും. ടീച്ചർ പറഞ്ഞ ഭാഗം ക്ലിയർ ആയിട്ടില്ല എങ്കിൽ എൻ്റെ വോയിസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കണേ. ഇനി നമുക്ക് അവിടെ കൊടുത്ത എക്സസൈസ് നോക്കാം. നുക്മിലു കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ നമുക്ക് പൂർത്തിയാക്കാം എന്നാണ് അല്ലേ. അൽ ഉസ്താദു പ്ലസ് അൽ ജാമിഅത്തു എന്നാണ്. ഉസ്താദ് എന്ന് പറഞ്ഞാൽ പ്രൊഫസർ എന്നാണ്, അൽ ജാമിയത്ത് എന്താണ്, യൂണിവേഴ്സിറ്റി. അപ്പം നമ്മൾ ഇതിനെ മുലാഫ് മുലാഫിൻ ഇലൈഹി ആക്കിയിട്ട് എങ്ങനെ എഴുതാം എന്നാണ് നോക്കേണ്ടത്. നോക്കൂ, ഉസ്താദുൽ ജാമിഅത്തി എന്നാണ്, ഉസ്താദുൽ ജാമിഅത്തി, ജാമിയയിലെ യൂണിവേഴ്സിറ്റിയിലെ ഉസ്താദ് എന്നാണ്. അപ്പോൾ അവിടെ എന്താ മാറ്റം വന്നത്, അൽ ജാമിഅത്തു എന്നുള്ളത് എന്തായിട്ട് മാറി, അൽ ജാമിഅത്തി എന്നായിട്ട് മാറി. ടീച്ചർ പറഞ്ഞല്ലോ മുലാഫുൽ ഇലൈഹിയുടെ അവസാനത്തിൽ കെസറായിരിക്കുമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ജാമിഅത്തി എന്ന് പറയുന്നത്. ആ രൂപത്തിൽ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ മാറ്റി എഴുതാണ് വേണ്ടത്. നോക്കൂ, അൽ മൈദാനു പ്ലസ് അൽ മദ്രസത്തു എന്നാണ്. മൈദാൻ എന്ന് പറഞ്ഞ ഗ്രൗണ്ട്, മദ്രസത്ത് സ്കൂൾ, സ്കൂളിൻ്റെ ഗ്രൗണ്ട്. എങ്ങനെ പറയും, എങ്ങനെ പറയേണ്ടത്,
മൈദാനുൽ മദ്രസത്തി, മൈദാനുൽ മദ്രസത്തി. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ മുലാഫ് അഥവാ ആദ്യം വരുന്ന പദത്തിൽ അലിഫ്ലാം ഉണ്ട് എങ്കിൽ അതിനെ ഒഴിവാക്കണം കേട്ടോ. ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് മൈദാനുൽ മദ്രസത്തി, അൽ മൈദാനു എന്ന് പറയരുത്, മൈദാനുൽ മദ്രസത്തി എന്നാണ് പറയേണ്ടത്. പിന്നെ മുദീറു പ്ലസ് ഷെരിക്ക എന്നാണ്. മുദീർ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ എന്നാണ്. ഷെരിക്കത്ത് എന്ന് പറഞ്ഞാൽ കമ്പനിയാണ്, കമ്പനി. അപ്പോൾ കമ്പനിയുടെ മാനേജർ എങ്ങനെ പറയും? മുദീറു ഷെരിക്ക, മുദീറു ഷെരിക്കത്തിൻ്റെ എന്നാണ് അല്ലേ. ഒന്നുകിൽ മുദീറു അലിഫ്ലാം ഇട്ടിട്ട് മുദീറു ഷെരിക്കത്തി എന്ന് പറയാം, അല്ലെങ്കിൽ മുദീറു ഷെരിക്കത്തിൻ എന്ന് പറയാം കേട്ടോ. രണ്ട് രൂപത്തിലും പറയാം. അടുത്ത് നോക്കൂ, അമീനു പ്ലസ് മക്തബ എന്നാണ്. അതായത് ലൈബ്രറിയനാണ് അമീനുൽ മക്തബ എന്ന് പറയും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അമീനുൽ മക്തബത്തി, അമീനുൽ മക്തബത്തി എന്നാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്ന്. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറുടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നെടുത്ത ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. മുലാഫുൻ ഇലൈഹി മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് സംശയം വന്നിട്ടുണ്ടെങ്കിൽ ടീച്ചറുടെ വോയിസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.